കഴിഞ്ഞ സൺഡേ ഹസ്ബൻഡിന് കൊല്ലത്ത് പോകാനുള്ളത് കൊണ്ട് ചേർത്തല സ്റ്റാൻഡ് വരെ കൊണ്ടാക്കണമായിരുന്നു. ട്രെയിനിന് പോകണോ ബസ്സിന് പോകണോ എന്നുള്ളത് ചേർത്തലയിൽ KSRTC സ്റ്റാൻഡിൽ എത്തുന്നത് വരെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. 2 വീലർ ഓടിക്കുന്നത് ഹസ്ബൻഡ് ആയതുകൊണ്ട് പിൻസീറ്റിൽ ഇരുന്ന് ഞാൻ ഈ 15 മിനിറ്റ് ഷോർട്ട് റൈഡ് എൻജോയ് ചെയ്യുമായിരുന്നു. അധികം തിരക്കില്ലാത്ത റോഡും ഉറക്കം തൂങ്ങി മരത്തിന്റെ തണലും തലയ്ക്ക് മുകളിൽ എത്തിച്ച സൂര്യനും ചെങ്കണ്ട പാലവും അങ്ങനെ എന്റെ ഫോണിൽ ഞാൻ പരമാവധി ക്യാപ്ചർ ചെയ്ത് കേട്ടോ, ഇതുവരെ കാണാത്തത് എന്നതുപോലെ. KSRTC സ്റ്റാൻഡിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യണം എന്നുള്ളൊരു തോന്നുന്നു. ഹസ്ബൻഡ് ഒരു ജ്യൂസും ഞാനൊരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും ആണ് പറഞ്ഞത്. ഈ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ ടേബിളിൽ വന്നപ്പോഴേക്കും ഹസ്ബൻഡിന്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട്, 15 മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ എത്തുവാന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ കിട്ടുന്നു. അങ്ങനെ കഴിച്ചു തീരുന്നതിന് മുമ്പേ ഹസ്ബൻഡ് അങ്ങ് പോയി. ട്രെയിനിന് പോകണോ ബസ്സിന് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ അതോടുകൂടെ തീരുമാനമായി. എന്നെ അവിടെ അങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് പോയതിൽ പരാതിയൊന്നും ഇല്ല, എന്നാലും ഒരു ചെറിയ വിഷമം ഇല്ലാതില്ല. ട്രെയിനിന് പോയത് കൊണ്ട് ആളവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സ്ട്രോബെറിയുടെ പാക്കറ്റ് വാങ്ങിച്ചു. ഇതിന് 100 രൂപയാണ് കേട്ടോ. ഇനി തുണി വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലേലും പരാഗിലൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചു. കാരണം എന്തൊക്കെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്, എത്ര രൂപയാണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു മൊഡാൾ സിൽക്ക് ഇതൊരു 3 പീസ് സെറ്റ് ആണ്. ഇതിന് 180 രൂപയാണ് പെർ മീറ്റർ. അങ്ങനെ ചേർത്തലയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി റോഡ് സൈഡിൽ ഈ പച്ചക്കറി കട കയറിയിട്ട് നമ്മൾ കുറച്ച് മധുരക്കിഴങ്ങും തക്കാളിയും അങ്ങനെയൊക്കെ വാങ്ങിച്ചാണ് പോകുന്നത്. ഇതുവരെ ശരിയാണോ കിട്ടുണ്ണിയേട്ടാന്ന് ചോദിച്ചാൽ ഇതുവരെ വളരെ ശരിയായിരുന്നു. ഞായറാഴ്ച അർദ്ധരാത്രി തുടങ്ങിയ ഡയറിയ 2 ദിവസത്തെ പണിമുടക്കും പ്രഖ്യാപിച്ച് എന്റെ കൂടെ അങ്ങ് കൂടി. ലോ BP, തലവേദന, പനി ഇത് കുറച്ച് സിവിയർ ആകുമോന്നൊരു ഭയം. 2 ദിവസത്തെ മരുന്നൊക്കെ വാങ്ങിച്ച് മുറയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യനോട് ഈ ഡയറിയയുടെ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു തരുക പ്ലെയിൻ റൈസും ബനാനയും പൊട്ടറ്റോ ഒക്കെ കഴിക്കാന്ന്. കേട്, യോഗേട്ട്, ജിഞ്ചർ ടീ, ക്യുമിൻ സീഡ് വാട്ടർ അങ്ങനെ കുറെ ഐറ്റംസ്. അടുക്കളയിൽ അമ്മച്ചി ചോറ് വെച്ചു, ഞാനൊരു പൊട്ടറ്റോ കറിയും ഉണ്ടാക്കി കേട്ടോ. ഈ പൊട്ടറ്റോ കറി അധികം സ്പൈസ് ഇല്ലാതെ എന്റെ രീതിക്ക് ആക്കി കഴിക്കാവുന്ന പരുവത്തിലോട്ട് മാറ്റിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. 3 കുഞ്ഞു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു കുഞ്ഞു സവാള അരിഞ്ഞതും, അതുപോലെ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും, കുറച്ച് വെള്ളം ചേർത്ത് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്കിങ്ങനെ ഉടച്ചെടുത്ത് ചാറ് പോലെ ചോറിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാം. എനിക്ക് എന്തായാലും ഈ ഒരു മെനു ഈ ഒരു സമയത്ത് വർക്കായെന്ന് വേണം പറയാനായിട്ട്. നല്ലതുപോലെ വെള്ളം കുടിച്ച് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന മരുന്നൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് ആശ്വാസം കിട്ടി. ഈ നാശം പിടിച്ച വയറിന്റെ പ്രശ്നം കാരണം 2 ദിവസത്തെ ലീവ് പോയല്ലോ എന്ന് കരുതി നെഗറ്റീവ് അടിച്ചിരുന്നപ്പോഴാണ് ഞാനൊരു ട്രോൾ വീഡിയോയുടെ താഴെ വന്നിരുന്ന കമന്റ് വായിച്ചത്. ചിരിച്ച് പണ്ടാരടങ്ങിയത് മാത്രമല്ല, അത് ചെറുതായിട്ട് എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തു. ചില പ്രതിസന്ധികളിലാക്കുന്നവരെയൊക്കെ നമ്മുടെ ഇങ്ങനെ കണ്ടാൽ മതി. ആ കമന്റ് ഇങ്ങനെയായിരുന്നു, ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ബോറായനെന്ന്. ഐ സഫർ ഡയറിയ ബട്ട് ഐ തിങ്ക് ഇതൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ 2 ദിവസം എത്ര ബോറായനെന്ന്. 2 ദിവസം വീട്ടിലിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ജോലിക്ക് പോയി തുടങ്ങി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസും ചാനലിലെ കണ്ടന്റും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുതേ.